SEOയിൽ എങ്ങനെ ഒരു ഹൈ പേയിങ് സാലറി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ജോലി നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും? ഇന്ത്യയിൽ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ ഇതിൻ്റെ ഒരു സാലറി റേഞ്ച് എങ്ങനെയായിരിക്കും? ഇത് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക? സ്വന്തമായിട്ട് നമുക്ക് പഠിക്കാൻ കേട്ടോ. ഒരു പരിധി വരെ ഞാൻ ഇത് സ്വന്തമായിട്ട് പഠിച്ച ഒരാളാണ്. ഒരു പരിധി വരെ SEO ഒരു കരിയറായിട്ട് എടുക്കുന്ന ആളുകളുടെയും അതോടൊപ്പം തന്നെ പുതിയതായിട്ട് SEOയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരുടെയും ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണ് SEO ഒരു പ്രൊഫഷണലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവർക്ക് എത്ര സാലറി വരെ കിട്ടുമെന്നുള്ളത്. നമുക്ക് ഹൈ പേയിങ് ജോബുകൾ, അതായത് SEOയിലെ ഹൈ പേയിങ് ജോബുകൾ എന്താണ്, എങ്ങനെയാണ് അതിലേക്ക് എത്താൻ പറ്റുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇന്നൊന്ന് പരിശോധിക്കാം. SEOയിൽ ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും. ഇപ്പോൾ ബിസിനസ് ചെയ്യുന്നവർക്കായാലും ഉണ്ടാവും, പഠിക്കുന്നവർക്കായാലും ഉണ്ടാവും, അതോടൊപ്പം തന്നെ ജോലി ചെയ്യുന്നവർക്കായാലും ഉണ്ടാവും. അപ്പോൾ ഇത്തരം അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു SEO ഇക്കോസിസ്റ്റം കൂടിയാണ്. അതായത് അതിനകത്ത് പഠിക്കുന്ന ആളുകളുണ്ട്, ഞങ്ങളുടെ തന്നെ കോഴ്സിലെ പാർട്ടിസിപ്പൻസ് ഉണ്ട്, അതിനകത്ത് ബിസിനസ് ഓണേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പോൾ ഈ ആളുകളൊക്കെ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനും, അത് മാത്രമല്ല ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രൊഫഷണൽസിനെ ഹയർ ചെയ്യാനും കൂടി പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം, അതാണ് ഒരു SEO ഇക്കോസിസ്റ്റം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു SEO ഇക്കോസിസ്റ്റത്തിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം. അതിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ കഴിഞ്ഞ കുറേ എപ്പിസോഡുകളിൽ SEOയുടെ തിയറിയും അതോടൊപ്പം തന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ഒക്കെയാണ് പറഞ്ഞത്. അതായത് SEOയുടെ ഒരു ഇംപ്ലിമെൻറ്റേഷൻ സൈഡ്, പ്യുവർ SEO മാത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം നമുക്ക് ഇതിൻ്റെ ഒരു ജോലി സാധ്യത അല്ലെങ്കിൽ ഇതിനകത്ത് എത്രമാത്രം സാലറി കിട്ടും, ഇതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യാം. കാരണം ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് SEOയിൽ എങ്ങനെ ഒരു ഹൈ പേയിങ് സാലറി അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ജോലി നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. ഇതിനെക്കുറിച്ച് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ SEOയിൽ ഒരു ജോലി സാധ്യത അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇതിനകത്ത് എത്ര സാലറി വരെയൊക്കെ നമുക്ക് കിട്ടും, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ഇത് പല ആളുകളുടെ ഒരു സംശയം മാത്രമല്ല, ഇത് പല ആളുകളുടെ ഒരു പ്രശ്നം കൂടിയാണ്. അതായത് ഇപ്പം SEOയിൽ മാത്രമല്ല, ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലായാലും എല്ലാ ഫീൽഡിലായാലും നമുക്കിവിടെ നമുക്ക് ഈ കേരളത്തിൽ പല ജോലിയുടെയും ഈ പറയുന്ന പോലെ അതിന് കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ സാലറി വളരെ കുറവാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ തൊഴിലില്ലായ്മ രൂക്ഷമായിട്ടുള്ളൊരു നാടാണ്. അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജോലിയിലും നമുക്കൊരു നല്ല സാലറി കിട്ടുക എന്ന് പറയുന്ന സമയത്തേക്ക് അതിൽ നമ്മൾ സ്പെഷ്യലൈസേഷനിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു ജനറിക്കായിട്ട് ഇപ്പോൾ ഒരു ഡിജിറ്റൽ മാർക്കറ്റർ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഒരു സാധാരണ ഒരു ഡോക്ടർ എന്നൊക്കെ പറയുന്ന സമയത്ത് പലപ്പോഴും കിട്ടുന്ന അവരുടെ റേഞ്ച് വെച്ച് കിട്ടുന്ന സാലറി പലപ്പോഴും കുറവായിരിക്കും. ഇപ്പോൾ അത് ഏത് ഫീൽഡിലായാലും അതെ, ആ ഒരു ജനറൽ ആയിട്ട് പോകുന്ന സമയത്തേക്ക് കുറച്ച് സാലറി കുറവായിരിക്കും പലപ്പോഴും. പക്ഷേ ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൽ തന്നെ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കാലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല സാലറിയിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ അതിന് ആദ്യം മുതൽ തന്നെ നമുക്ക് നല്ല ഒരു എന്താ പറയുക, ഒരു പ്ലാനിങ് വേണം. നമ്മുടെ കരിയർ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്കൊരു പ്ലാനിങ് വേണം. ഈ ഒഴുക്കിനൊത്ത് നീന്തി പോകുക എന്നുള്ളത് അല്ലാതെ നമുക്ക് കറക്റ്റായിട്ട് നമുക്കൊരു പ്ലാനിങ് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു നല്ല സാലറിയിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇപ്പോൾ SEOയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ SEOയിൽ ഏതൊക്കെ തരത്തിലുള്ള ജോബ് റോളുകളാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ നമുക്കത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്ലാൻ ചെയ്ത് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റും. ഇപ്പോൾ SEOയിൽ ഇപ്പോൾ ബിഗിനിങ് സ്റ്റേജിലേക്ക് വരുന്ന സമയത്ത് തന്നെ SEO എക്സിക്യൂട്ടീവ്സ് എന്ന് പറയുന്നൊരു ഇതുണ്ട്. പല ആളുകളും പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ആ രീതിയിലേക്ക് മാറുന്നു. SEO എക്സിക്യൂട്ടീവ് എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. ചില ആളുകൾ ഡിജിറ്റൽ മാർക്കറ്റർ എന്നുള്ള രീതിയിൽ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് തൽക്കാലം സംസാരിക്കുന്നില്ല. ഒരു SEO പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ പലപ്പോഴും കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന SEO എക്സിക്യൂട്ടീവ് എന്നുള്ള രീതിയിലായിരിക്കാം. പിന്നെയാണ് ഈ പറഞ്ഞ പോലെ ഒരു SEO അനലിസ്റ്റ് എന്നുള്ള രീതിയിലേക്ക് മാറുന്നത്, SEO സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ പലപ്പോഴും പുതിയതായിട്ട് ജൂനിയറായിട്ടൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ പല ആളുകൾക്കും SEO സ്പെഷ്യലിസ്റ്റായിട്ടും SEO അനലിസ്റ്റായിട്ടും ഒക്കെ ജോലി കിട്ടാറുണ്ട്. അതായത് ഒരു ഇൻറ്റേൺഷിപ്പിന് പോലും അവർ ജോയിൻ ചെയ്യാത്ത സമയത്ത് പോലും അവർക്ക് പല കമ്പനികളും SEO അനലിസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ SEO സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ജോബ് റോളുകൾ ഓഫർ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ പറയുന്നത് അതല്ല. ഒരു നല്ല കമ്പനിയിൽ എങ്ങനെയുള്ള ജോബ് റോൾസാണ് പൊതുവെ വരുന്നതാണ്. അപ്പോൾ SEO എക്സിക്യൂട്ടീവ്സ് ഉണ്ട്, SEO അനലിസ്റ്റ് ഉണ്ട്, SEO സ്പെഷ്യലിസ്റ്റ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ SEO മാനേജേഴ്സ് ഉണ്ട്, പിന്നെ ചില കമ്പനികളിൽ ഈ പറഞ്ഞ പോലെ SEO ഡയറക്ടേഴ്സ് ഉണ്ട്, പിന്നെ ടീം ലീഡ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് പലപ്പോഴും പോകുന്നത്. ഏജൻസികളിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കമ്പനിയിലൊക്കെ പോകുന്ന സമയത്ത്
ഈ രീതിയിലൊരു ജോബ് റോൾ ഉണ്ട്. ഇത് കൂടാതെ തന്നെ പല രീതിയിലുള്ള പിന്നെ പോർട്ട്ഫോളിയോസ് ഉണ്ട് കേട്ടോ. അതായത് ഔട്ട്റീച്ച് സ്പെഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരിതുണ്ട്. അതുപോലെ തന്നെ ടെക്നിക്കൽ SEO എക്സ്പേർട്ട് അല്ലെങ്കിൽ ടെക്നിക്കൽ SEO സ്പെഷ്യലിസ്റ്റ് എന്ന് ആ രീതിയിലുള്ള ഇതുണ്ട്. കണ്ടന്റ് സ്ട്രാറ്റജിസ്റ്റ് ഉണ്ട്, SEO സ്ട്രാറ്റജിസ്റ്റ് ഉണ്ട്, ആ രീതിയിലുള്ള പോർട്ട്ഫോളിയോ ഉണ്ട്. അപ്പോൾ ഇത്തരം പോർട്ട്ഫോളിയോയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലുള്ള സ്കില്ലുകൾ വേണം. അതല്ലാതെ നമ്മൾ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ജോബ് റോളിലേക്ക് എത്താൻ പറ്റില്ല. ചിലപ്പോൾ ചില കമ്പനികളിലൊക്കെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഒരു പൊസിഷൻ ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്ന് ജോബ് റോൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പ്രൊമോഷൻ കിട്ടി നമുക്കൊരു ടൈറ്റിൽ മാത്രമായിട്ട് ചിലപ്പോൾ കിട്ടും. പക്ഷേ ഇവിടെ ആ ടൈറ്റിൽ മാറുന്നതിനെക്കുറിച്ചല്ല നമ്മൾ പറയുന്നത്. നമുക്ക് കറക്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ സ്കില്ലും അതോടൊപ്പം തന്നെ നമ്മളുടെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസും നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ രീതിയിലേക്ക് നമുക്ക് സാലറിയിലേക്ക് എത്താൻ പറ്റൂ. ഇപ്പോൾ ഈവൻ ബിഗിനിങ് സ്റ്റേജിൽ തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ SEO ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു നോളജ് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 25+ ഒക്കെ കേരളത്തിൽ തന്നെ സാലറി കിട്ടുന്ന സാഹചര്യങ്ങളുണ്ട്. 25+, 35+ ഒക്കെ സാലറി വാങ്ങുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നമ്മുടെ കോഴ്സിനകത്ത് തന്നെ പഠിച്ചിറങ്ങിയ ചില ആളുകൾ 35 ബിഗിനിങ് സ്റ്റേജിൽ വാങ്ങുന്ന ആളുകളുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ കോഴ്സിൻ്റെ ഒരു ഡ്യൂറേഷൻ ഉണ്ട്. അതായത് 4 മാസം സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്നത് കൊണ്ട് SEO മാത്രമായിട്ട് 4 മാസം പഠിക്കുമ്പോൾ ആ രീതിയിലേക്കൊരു ജോബ് റോളിലേക്ക് അവർക്ക് ബിഗിനിങ് സ്റ്റേജിൽ എത്താൻ പറ്റുന്നുണ്ട്. അവർ SEO എക്സിക്യൂട്ടീവ് എന്നുള്ള രീതിയിൽ. കാരണം ആ രീതിയിലേക്കൊരു നോളജ് ലെവൽ അവർ പിന്നെ ഏൺ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ അത്. അപ്പോൾ ഇതൊക്കെയാണ് ജോബ് റോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ജോബ് റോളുകൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഡിഫറൻറ്റ് ആയിട്ടുള്ള സാലറി ഇവിടെ ഉണ്ട്. ഇപ്പോൾ SEOയിൽ ഈ തരത്തിലുള്ള ജോലികളൊക്കെ ഉണ്ട്, ഇത്തരത്തിലുള്ള പല ജോബ് റോളുകളും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു സാലറി റേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? അപ്പോൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകളുടെ ഇതിൻ്റെ ഒരു സാലറി റേഞ്ച് എങ്ങനെയായിരിക്കും? ഈ സാലറി റേഞ്ച് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇവിടുത്തെ ഒരു റിയാലിറ്റി നമുക്കിപ്പോൾ ആദ്യം നോക്കാം. ഇവിടെ 5000 രൂപയ്ക്ക് ജോലി ചെയ്യുന്നവരുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഒരു 2 മാസം മുമ്പാണ് ഒരു പെൺകുട്ടി വിളിച്ചപ്പോൾ പറഞ്ഞത് 3000 രൂപയ്ക്കാണ് SEO എക്സിക്യൂട്ടീവായിട്ട് ജോലി ചെയ്യുന്നത് എന്ന് പറഞ്ഞു. 3000 രൂപയ്ക്ക്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയാം 3000 രൂപയ്ക്കൊക്കെ ഇപ്പോൾ ആരാ ജോലി ചെയ്യുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ നമ്മുടെ രാജ്യത്ത് 3000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ SEO അത്ര മോശം ജോലിയൊന്നുമല്ല. ഒരു 3000 രൂപയ്ക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര മോശം ജോലിയൊന്നുമല്ല. ഇപ്പോൾ വിദേശത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സാലറി വാങ്ങുന്ന ആളുകൾ SEO പ്രൊഫഷണൽസായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. നല്ല ഈ പറഞ്ഞ പോലെ ലക്ഷങ്ങൾ സാലറി വാങ്ങുന്നുണ്ട്. ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ഒരു വൈറ്റ് കോളർ ജോബ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ജോലിയാണ് കേട്ടോ. ഈ വൈറ്റ് കോളർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ജോലിയും അങ്ങനെ വൈറ്റ് കോളറും ഈ പറഞ്ഞ പോലെ അങ്ങനെയൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ ഞാൻ. പക്ഷേ ജസ്റ്റ് ഈ പറഞ്ഞ പോലെ ഒരു ടേം മനസ്സിലാക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇതൊരു ഒരു നല്ല സാലറി ഉള്ളൊരു ജോലി തന്നെയാണ് വിദേശത്ത് SEO എന്ന് പറയുന്നത്. പക്ഷേ ആ രീതിയിലേക്ക് വരണം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ രീതിയിലേക്ക് വന്നാൽ മാത്രമേ ആ രീതിയിലേക്കുള്ളൊരു സാലറിയും കിട്ടും. നമ്മുടെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ആ രീതിയിലുള്ള കമ്പനികൾ വളരെ കുറവാണ്. പലപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരൊരു ചെറിയ ബഡ്ജറ്റ് ഇങ്ങനെ ഉണ്ടാക്കും. സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് ഇത്ര, അതുപോലെ തന്നെ പോസ്റ്റർ ഉണ്ടാക്കാൻ ഇത്ര, ക്യാമ്പയിന് വേണ്ടിയിട്ട് ഇത്ര, അതിൻ്റെ കൂട്ടത്തിൽ വെബ്സൈറ്റ് ആൻഡ് SEO എന്നൊക്കെ പറഞ്ഞിട്ടൊരു തുച്ഛമായൊരു പൈസ ഉണ്ടാക്കും. അപ്പോൾ ഇതിനകത്ത് ഒരാളെ അവർ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ഒരാളെ കിട്ടും. അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ ഒരു 3000 രൂപയൊക്കെ അല്ലെങ്കിൽ പറഞ്ഞ ഒരു 5000 രൂപയൊക്കെ കൊടുത്തിട്ടായിരിക്കും വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കമ്പനികളിൽ പോകണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നല്ല സാലറിയുള്ള ജോലിയാണ് ലക്ഷ്യമെങ്കിൽ നല്ല സ്കില്ല് ഉണ്ടാക്കിയിട്ട് നല്ല കമ്പനികളിലേക്ക് പോകാനും ശ്രമിക്കണം. അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. നല്ല കമ്പനികൾ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ആ നല്ല കമ്പനികളിലേക്ക് ജോലിക്ക് പോകുന്ന സമയത്ത് നല്ല സാലറി കിട്ടും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 35,000 രൂപ ബിഗിനേഴ്സിന് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ പോലും കേരളത്തിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പറഞ്ഞ റിയാലിറ്റി വെച്ച് നോക്കുമ്പോൾ 3000 ഉണ്ട്, 5000 ഉണ്ട്, 10000 ഉണ്ട്, 15000 ഉണ്ട്. സീനിയേഴ്സ് തന്നെ, എനിക്കറിയാവുന്ന സീനിയേഴ്സ് തന്നെ ഇപ്പോൾ 20,000 രൂപയ്ക്ക് വർക്ക് ചെയ്യുന്നവരുണ്ട്. അതായത് 5-6 വർഷം എക്സ്പീരിയൻസ് ഉള്ളവർ. പക്ഷേ ഞാൻ പറയുന്നത് മറ്റൊരു വശമാണ്. അതായത് ഇപ്പോൾ ബാംഗ്ലൂർ പോലുള്ള സിറ്റികളിൽ, ദുബായ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇന്ത്യയിലെ തന്നെ മറ്റ് സിറ്റികളിൽ, കേരളത്തിൽ തന്നെ ഫ്രീലാൻസ് ആയിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, ചില കമ്പനികളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഇവരൊക്കെ ഇപ്പോൾ ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, അവിടേക്കുള്ള ചില കമ്പനികൾ, എല്ലാ കമ്പനികളെന്ന് ഞാൻ പറഞ്ഞില്ല, ചില കമ്പനികൾ നല്ല രീതിയിൽ സാലറി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒരു കമ്പനി ഒരു SEO സ്ട്രാറ്റജിസ്റ്റ്, ഒരു 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു SEO സ്ട്രാറ്റജിസ്റ്റ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാൻ
കേപ്പബിൾ ആയിട്ടുള്ള ഒരാളെ അന്വേഷിച്ചപ്പോൾ പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞൊരു 50,000 സാലറിയാണ്. പക്ഷേ ആളെ കിട്ടാനില്ലായിരുന്നു. അയാൾ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്കില്ലിന് പറ്റിയ ഒരാളെ കിട്ടാനില്ലായിരുന്നു. ഇപ്പോഴും സ്റ്റിൽ അയാൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് സ്കില്ലുള്ള ആളുകളെ കിട്ടാനില്ല. പക്ഷേ സാലറി കൊടുക്കാനായിട്ട് കമ്പനികൾ തയ്യാറാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം നമ്മുടെ ഭാഗത്തും ഉണ്ട്. അതായത് SEO പഠിക്കുന്ന ആളുകളുടെ ഭാഗത്തും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ജോലി അന്വേഷിച്ച് പോകുന്ന ആളുകളുടെ ഭാഗത്തും ഉണ്ട്. നമ്മൾ പലപ്പോഴും അപ്ഗ്രേഡ് ചെയ്യാറില്ല. ഇപ്പോൾ സാലറി റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഡസ്ട്രിയിൽ ഒരു ഭാഗത്ത് ഇങ്ങനെ ഉണ്ടെങ്കിലും നമ്മൾ അതാണ് പിന്നെ മാക്സിമം സാലറി എന്ന് വിചാരിക്കരുത്. അതിനപ്പുറത്തേക്ക് സാലറി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള കമ്പനികൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് തുടക്കത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് പ്ലേസ് ആയിരിക്കുന്ന ഏകദേശം തുടക്കത്തിൽ ഇപ്പോൾ കൊച്ചിയിലാണ് 25,000 രൂപയ്ക്കാണ്. മറ്റൊരു സ്റ്റുഡൻറ്റ് ഈ പറഞ്ഞ പോലെ പ്ലേസ്ഡ് ആയിരിക്കുന്നത് 35,000 ബിഗിനറായിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ 30 എബോവ് ആയിട്ട് പ്ലേസ്ഡ് ആയിരിക്കുന്ന ഏകദേശം ഒരു 5-6 പേര് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ സാലറി കൊടുക്കുന്ന ബിഗിനേഴ്സിന് പോലും ആ രീതിയിൽ സാലറി കൊടുക്കുന്ന കമ്പനികൾ ഇവിടെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ 1 lakh പ്ലസ് നമുക്ക് സാലറി വാങ്ങാനായിട്ട് പറ്റും. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ കറക്റ്റായിട്ട് ഈ ഒരു ജോബ് റോളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1 lakhന് മുകളിലേക്ക് അതിൽ കൂടുതൽ സാലറി വാങ്ങാനായിട്ടൊക്കെ പറ്റുന്ന സാഹചര്യം നമുക്കുണ്ട്. ഓക്കെ, അപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ഒരു സ്കില്ല് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഈ രീതിയിലുള്ള ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ഒരു ജോബ് റോളിലേക്ക് എത്താൻ പറ്റുക, ഈ രീതിയിലൊരു സാലറി നേടാനായിട്ട് പറ്റുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്? അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുന്ന സമയത്തേക്ക് ഈ നമ്മളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അതായത് പുതിയ കാലത്ത് നമ്മളിപ്പോൾ SEO ചെയ്യുമ്പോൾ പഴയതുപോലെ ഒരു നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഈ എന്താ പറയുക നമ്മൾ കുറച്ച് കണ്ടൻറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുക, പിന്നെ SEO ടൈറ്റിൽ, മെറ്റാ ഡിസ്ക്രിപ്ഷൻ, ഇത്തരം കാര്യങ്ങൾ എഴുതുക, കുറച്ച് ബാക്ക് ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യുക. ഈ ഒരു എന്താ പറയുക സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ കണ്ടുവരുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ ഇത് മാത്രമാണ് SEO എന്ന് വിചാരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് പലപ്പോഴും ആളുകൾ തന്നെ പറയുന്നൊരു രീതിയുണ്ട്, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ പോരെ, അപ്പോൾ ഇതിനകത്ത് എന്താ ഇത്രയധികം എഫേർട്ട് എന്നൊക്കെ പറയും. പക്ഷേ ഇങ്ങനെയല്ല. നമ്മൾ SEO എന്ന് പറയുന്നത് ഇതല്ല എന്ന് നമ്മളും ബോധ്യപ്പെടുത്തണം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മളൊരു വെബ്സൈറ്റ് എന്താണ് എന്ന് കൃത്യമായിട്ട് പഠിക്കണം. നമ്മൾ ഈ പറഞ്ഞ പോലെ ഓഡിയൻസിനെ പറ്റി പഠിക്കണം. നമ്മളൊരു മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കണം. അവിടെ മുതലേ സ്റ്റാർട്ട് ചെയ്യണം. നമ്മളൊരു മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് കറക്റ്റായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഈ പറഞ്ഞ പോലെ നമുക്കൊരു സ്കില്ല് ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ ഒരു പടിയെന്ന് പറയുന്നത്. കാരണം ഇതൊരു മാർക്കറ്റിംഗ് മെത്തേഡാണ് SEO. അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇവിടെയുള്ള പിന്നെ ബിസിനസ്സിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പഠിക്കുക. ആളുകൾ എങ്ങനെയാണ് സാധനങ്ങൾ വാങ്ങുന്നത്, ആളുകളൊരു സർവീസ് എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. അതായത് ഓഡിയൻസ് റിസർച്ച് എന്ന് പറയും. അപ്പോൾ പല ആളുകളും ഇതിനെക്കുറിച്ച് ചിന്തിക്കാറ് പോലും ഒരു വെബ്സൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടൂളിലിട്ടിട്ടൊന്ന് ഓഡിറ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ ജസ്റ്റ് അതിന് ഏതൊക്കെ കീവേഡ് വേണം എന്ന് കുറച്ച് കോമ്പറ്റീറ്റേഴ്സിൻ്റെ കീവേഡ് പഠിച്ചതിന് ശേഷം നമ്മൾ അതേ കീവേഡ് തന്നെ നമ്മൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യും. ഇതാണ് രീതി. പക്ഷേ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് മാർക്കറ്റിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ് പിന്നെ അവർ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൻ്റെ ഓഡിയൻസ് എന്താണ്, അവരെങ്ങനെയാണ് ഈ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ ഈ സർവീസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സെർച്ച് ചെയ്യുന്നത്, അവരുടെ പ്രോബ്ലംസ് എന്താണ്, അവരാരാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. അപ്പോൾ ഈ ഓഡിയൻസ് റിസർച്ചും മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റും ഒക്കെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ടെക്നിക്കലി നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. ടെക്നിക്കലി മീൻസ് നമുക്കൊരു വെബ്സൈറ്റിനെ പറ്റിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ അറിയണം. വെബ്സൈറ്റിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ സ്റ്റാക്സ് നന്നായിട്ട് നമുക്ക് അറിയണം. പിന്നെ അതുപോലെ തന്നെ SEO എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കൃത്യമായ ധാരണ ഉണ്ടാവണം. അതായത് ട്രഡീഷണൽ SEO ആയാലും AI സെർച്ച് ആയാലും എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് ഇതിനെ പറ്റിയുള്ള കൃത്യമായ ധാരണ ഉണ്ടാവണം. ഇപ്പോൾ ചില ആളുകൾ ഈ പറഞ്ഞ പോലെ വിശ്വസിക്കുന്നത് നമ്മൾ കുറച്ച് കീവേഡ്സൊക്കെ ഒപ്റ്റിമൈസ് ചെയ്തു, നമ്മൾ കുറച്ച് പിന്നെ കണ്ടൻറ്റൊക്കെ എഴുതി, കുറച്ച് ബാക്ക് ലിങ്ക് ചെയ്തു, ഇത് റാങ്ക് ചെയ്ത് വന്നു, ഇങ്ങനെയാണ് ഒരു ഓവറോൾ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതല്ലാതെ സെർച്ച് എഞ്ചിൻ ഒരു മീഡിയമാണ്. ആ മീഡിയം എങ്ങനെയാണ് കണ്ടൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഒരു വെബ്സൈറ്റിനെ റിവാർഡ് ചെയ്യുന്നത്, ഒരു വെബ്സൈറ്റിനെ എങ്ങനെയാണ് റാങ്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് റാങ്കിങ്ങിൽ താഴെ പോകുന്നത്, ഇത്തരത്തിൽ അതിൻ്റെ പിന്നിലുള്ള എല്ലാ സയൻറ്റിഫിക് ആയിട്ടുള്ള ഈ പറഞ്ഞ അൽഗോരിതം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു അപ്രോച്ച് ഇതെല്ലാം മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പോൾ പുതിയ കാലത്തേക്ക് വരുമ്പോൾ അറിയാലോ സെമാൻറ്റിക് SEO എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് എപ്പിസോഡ് നേരത്തെ ചെയ്തിട്ടുണ്ട്. എന്താണ് സെമാൻറ്റിക് SEO, എങ്ങനെയാണ് അത് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എൻറ്റിറ്റി SEO എന്ന് പറയുന്ന ഒരു ടേം ഉണ്ട്. അപ്പോൾ പുതിയ കാലത്ത് AI സെർച്ചിൻ്റെ
ഈ പറഞ്ഞൊരു ഫൗണ്ടേഷൻ സെമാൻറ്റിക് SEO ആണ്. അതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് എൻറ്റിറ്റി SEO ആണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ ഈ പറഞ്ഞ പോലെ വെക്റ്റർ സെർച്ചിനെ കുറിച്ചിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ് എങ്ങനെയാണ് സെർച്ചിൽ പിന്നെ സെർച്ച് എഞ്ചിനുകൾ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം. അതോടൊപ്പം തന്നെ കണ്ടൻറ്റ്, സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് കണ്ടൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്, ആളുകൾക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ ടൈപ്പ് ഓഫ് കണ്ടൻറ്റുകൾ പബ്ലിഷ് ചെയ്യണം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടാവണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓഫ് പേജ് SEO, അതായത് വെബ്സൈറ്റുകളെ റിവാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് എഞ്ചിൻസ് പരിഗണിക്കുന്ന മറ്റ് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ പോപ്പുലാരിറ്റി, അതോറിറ്റി, ട്രസ്റ്റ്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു നോളജ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ പല ആളുകൾക്ക് ഒരുപക്ഷെ അതില്ല എങ്കിൽ പോലും സിസ്റ്റമാറ്റിക്കായിട്ട് ഈ രീതിയിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരണം. അതായത് ഒന്ന് മാർക്കറ്റിംഗ് മൈൻഡ് സെറ്റ് വേണം. അത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ പല ആളുകളും ടെക്നിക്കലി ഇതിനകത്തോട്ട് കൂടുതലായിട്ട് ഡീപ്പായിട്ട് പോകും. അപ്പോൾ അവിടെ പറ്റുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ടെക്നിക്കൽ കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും അവരുടെ SEO എപ്പോഴും പോകുന്നത്. പക്ഷേ നമ്മുടെ ഒരു കണ്ടൻറ്റ് ആളുകളിലേക്ക് എത്തിക്കാനുള്ളൊരു മീഡിയം എന്നുള്ള രീതിയിൽ മാത്രമാണ് വെബ്സൈറ്റും അതിൻ്റെ ടെക്നിക്കൽ ഒപ്റ്റിമൈസേഷനും വരുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും കണ്ടൻറ്റ് ആളുകളിലേക്ക് എത്തിച്ചിട്ട് അതെങ്ങനെ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിക്കുന്നു, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതാണ് SEOയുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അത് സെർച്ച് എഞ്ചിനിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ കണ്ടൻറ്റ് ആദ്യം വിസിബിൾ ആവുക, അല്ലെങ്കിൽ നമ്മുടെ കണ്ടൻറ്റ് ആ ചോദ്യം വരുന്ന സ്ഥലങ്ങളിലൊക്കെ വിസിബിൾ ആവുക, അല്ലെങ്കിൽ അത് റാങ്ക് ചെയ്യുക, അതുവഴി നമുക്കൊരു ബ്രാൻഡിങ് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കോഴ്സുകൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഈ രീതിയിലുള്ള ജോബ് റോളിലേക്ക് മാറാൻ പറ്റും. ആ ജോബ് റോളിലേക്ക് മാറുന്ന സമയത്ത് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിലുള്ള സാലറി ഏൺ ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ ഈ പുതിയ കാലത്ത് നോക്കുമ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ അപ്ഗ്രേഡ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. പുതിയതായിട്ട് എന്തെങ്കിലും പഠിക്കേണ്ടതായിട്ടുണ്ടോ ഇവർ? അതായത് SEO മാറിയല്ലോ, കുറേയൊക്കെ മാറി. അപ്പോൾ പുതിയ സ്കില്ലുകൾ എന്തെങ്കിലും ഇവർ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടോ ഒരു നല്ലൊരു പിന്നെ ജോലിയിലേക്ക് പോകുന്ന സമയത്ത്? ഓക്കെ, പുതിയതായിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു, നമ്മൾ സെമാൻറ്റിക് SEO എന്നുള്ളൊരു കൺസെപ്റ്റ് പഠിക്കണം. പലപ്പോഴും നമ്മുടെ ഇവിടെ ഈ സെമാൻറ്റിക് SEO കൺസെപ്റ്റ് അധികം ആരും മനസ്സിലാക്കാറില്ല. പക്ഷേ 2013 തൊട്ട് തന്നെ ഗൂഗിൾ സെമാൻറ്റിക് സെർച്ച് എഞ്ചിൻ എന്നുള്ള രീതിയിലേക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോഴും ഈ പറഞ്ഞ പോലെ കീവേഡ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കീവേഡ് സെൻട്രിക് ആയിട്ടുള്ള ഒരു SEO പ്രാക്ടീസാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ AI സെർച്ചൊക്കെ വരുന്നൊരു കാലഘട്ടത്തിൽ സെമാൻറ്റിക് സെർച്ച് എഞ്ചിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ കണ്ടൻറ്റ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റിനകത്ത് സെമാൻറ്റിക് കണ്ടൻറ്റ് നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും, ഇത്തരം കാര്യങ്ങൾ പഠിക്കണം. എങ്ങനെയാണ് നോളജ് ഗ്രാഫ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ വെബ്സൈറ്റിനെ എങ്ങനെ ഒരു നോളജ് ഗ്രാഫ് ആക്കിയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളത് കാര്യം നമുക്ക് പഠിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് എൻറ്റിറ്റി SEO, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ ഒരു എൻറ്റിറ്റി ഫസ്റ്റ് ഇൻഡെക്സിങ് എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് എൻറ്റിറ്റി SEO എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. പിന്നെ നേരത്തെ പറഞ്ഞു വെക്റ്റർ സെർച്ച്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്, പിന്നെ AI സെർച്ച് ഒപ്റ്റിമൈസേഷൻ, ലാർജ് ലാംഗ്വേജ് മോഡൽസ്. ഇപ്പോൾ AI സെർച്ചിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതൊക്കെ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആണ്. അപ്പോൾ ലാർജ് ലാംഗ്വേജ് മോഡൽസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ലാർജ് ലാംഗ്വേജ് മോഡൽ ഒരു ആൻസർ കണ്ടെത്തുന്നത്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഐഡിയ കിട്ടൂ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളത്. പിന്നെ AI സെർച്ചിൻ്റെ കാലഘട്ടത്തിലും നമുക്ക് ഈ പറഞ്ഞ പോലെ കണ്ടൻറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു AI സെർച്ച് എഞ്ചിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് നല്ല ജോലിയൊക്കെ കിട്ടും. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത്, ഇത് എങ്ങനെയാണ് പഠിക്കാൻ പറ്റുക, ഇതിന് പറ്റിയ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇനി ഓൺലൈനിലായാൽ തന്നെ ഇതൊക്കെ പഠിപ്പിക്കുന്ന നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഏതാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത് കേൾക്കുന്ന ആളുകൾക്ക് കുറച്ചധികം ഗുണം ചെയ്യുമെന്ന് തോന്നുന്നു. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പേരെടുത്ത് അങ്ങനെ ഒന്നിനെ പറ്റിയും പറയുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ഒന്നിനെ എൻഡോഴ്സ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ. പക്ഷേ കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്.
പിന്നെ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രമല്ല നമുക്ക് ഈ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുക. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പരിധി വരെ പഠിപ്പിക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു സിലബസ് ഉണ്ട്, അതിനൊരു ടൈം ഫ്രെയിം ഉണ്ട്. ആ ടൈം ഫ്രെയിമിനുള്ളിൽ നിന്നിട്ടായിരിക്കും പലപ്പോഴും പഠിപ്പിക്കുക. പക്ഷേ അപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്നും പഠിപ്പിക്കാത്ത ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. ഇപ്പോൾ എസ് സിയുടെ കേസിലേക്ക് വരുമ്പോൾ വെച്ചാൽ ഒരു 1 വീക്ക് മാത്രം ട്രെയിനിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, അല്ലെങ്കിൽ ഒരു 2 വീക്ക് മാത്രം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അപ്പോൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾ SEO ഒരു കരിയറായിട്ട് എടുത്തിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവിടെ പഠിക്കണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അതല്ല, SEO മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ SEOയ്ക്ക് ഒരു ഫോക്കസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പ്രിഫർ ചെയ്യാനായിട്ട് നോക്കുക. അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അവരുടെ സിലബസ് നോക്കുക. അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പിന്നെ എന്താ പറയുക, കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എത്രയാണ്, അവരുടെ മെൻറ്റേഴ്സിൻ്റെ പിന്നെ എക്സ്പെർട്ടൈസിനസ്, ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പഠിക്കാം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏതാണ് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഇവിടെ പറയുന്നില്ല. ഏകദേശം ഒരു ധാരണയുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് അറിയാവുന്ന, മോണിറ്റർ ചെയ്യുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാറുണ്ട്. പക്ഷേ അത് പേരെടുത്ത് ഞാൻ പറയുന്നില്ല, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നല്ലതെന്ന് ഏതൊക്കെ മോശമാണെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷേ അത് കണ്ടുപിടിക്കാനുള്ള വഴി ഇതൊക്കെ തന്നെയാണ്. അതായത് നിങ്ങൾ SEO ആണ് കരിയറായിട്ട് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് SEOയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കോഴ്സുകളുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ആ കോഴ്സുകൾ എടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം SEO ഒരു 2 ആഴ്ച കൊണ്ടോ 3 ആഴ്ച കൊണ്ടോ അല്ലെങ്കിൽ 1 മാസം കൊണ്ടോ പഠിച്ചു തീർക്കാവുന്ന ഒരു സിലബസ് അല്ല. അതാദ്യം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ SEOയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിലബസ് ആണ് അവരുടെ, അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് പിന്നെ പോകാനായിട്ട് ശ്രമിക്കുക. അതായത് ആ കോഴ്സ് എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. ഇനി ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്കിത് പഠിക്കാനായിട്ട്. ഇപ്പോൾ ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ ആശ്രയിക്കണം എന്നില്ല, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഗൂഗിളിൻ്റെ തന്നെ എന്താ പറയുക, ഗൈഡുകളുണ്ട്. ഗൈഡ് മാത്രമല്ല, ഗൂഗിളിൻ്റെ തന്നെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, ട്യൂട്ടോറിയൽസ് ഉണ്ട്, ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പിന്നെ ഒരുപാട് ബ്ലോഗുകളുണ്ട്, റിസോഴ്സസ് ഉണ്ട്, ഒരുപാട് റിസോഴ്സ് ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് സ്കാറ്റേഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ഇപ്പോൾ AI ഒക്കെ ഉള്ള സ്ഥിതിക്ക്, ഇപ്പോൾ ജെമിനി ഉണ്ട്, ChatGPT ഉണ്ട്, ഇവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഗൈഡഡ് ലേണിങ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ നമുക്കൊരു Q&Aയിലൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതികൾ, ഇതൊക്കെ നമുക്ക് ഈ ChatGPT, ജെമിനി പോലുള്ള പ്ലാറ്റ്ഫോമുകൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ജെമിനിയിൽ തന്നെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു പിന്നെ ഗൈഡഡ് ലേണിംഗ് എന്നുള്ളൊരു മോഡലിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ടോപ്പിക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു റോഡ് മാപ്പ് എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ ഈ റോഡ് മാപ്പ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് പഠിച്ചിട്ട് പോകാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെന്ന് ഞാൻ പറയുന്നില്ല, അല്ലാതെ പഠിക്കാനായിട്ട് പറ്റും. അല്ല, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാതെ പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലേണിങ്ങിൻ്റെ റോഡ് മാപ്പ് എങ്ങനെയായിരിക്കും? പലപ്പോഴും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ട്രെയിനറിൻ്റെ അടുത്തുനിന്ന് ഇത്തരം കാര്യങ്ങൾ പഠിക്കുമ്പോഴല്ലേ കുറച്ചുകൂടെ പിന്നെ ഈസി ആയിട്ട് ഇത്തരം കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാതെ പഠിക്കുമ്പോൾ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കലി ഇതൊക്കെ പഠിച്ചെടുക്കാനായിട്ട് പറ്റും? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാതെ എങ്ങനെ പഠിക്കാൻ പറ്റും നമ്മൾ കുറച്ച് പറഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ റിസോഴ്സുകളെ ആശ്രയിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് കുറേയധികം പിന്നെ ഇത് കിട്ടാനുണ്ട്. അതായത് കുറേയധികം വീഡിയോസ്, യൂട്യൂബ് വീഡിയോസ് ഒരുപാട് അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നമുക്ക് കുറേയധികം ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്. ഗൂഗിളിൻ്റെ തന്നെ ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ട്, ഗൂഗിളിൻ്റെ തന്നെ പാറ്റൻറ്റുകളുണ്ട്. പിന്നെ ഒരുപാട് SEO എൻജിനീയേഴ്സും SEO പ്രൊഫഷണൽസും പിന്നെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിളുകളുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് പഠിക്കാം. പക്ഷേ ഇതൊക്കെ ഒരു തിയററ്റിക്കലായിട്ടുള്ള ലേണിംഗ് മാത്രമേ ആവുന്നുള്ളൂ. എങ്ങനെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുക? നമ്മൾ ആദ്യം SEO പഠിക്കുന്ന ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളൊരു വെബ്സൈറ്റ് ബേസിക്കലി ഇപ്പോൾ വേർഡ്പ്രസ്സിലായാൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പഠിക്കുക എന്നുള്ളത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ. അപ്പോൾ ആ വെബ്സൈറ്റ് ആദ്യം ഒന്ന് ഉണ്ടാക്കുക. അത് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടാവാം, അല്ലെങ്കിൽ നമ്മളൊരു ഡമ്മി വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതാവാം. പലപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഡമ്മി വെബ്സൈറ്റ് ഉണ്ടാക്കാതിരിക്കുക. കാരണം നമ്മളൊരു റിയലിസ്റ്റിക് പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുക, അതാണ് നല്ലത്. അപ്പോൾ ഒന്നുകിൽ നമ്മുടെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ടൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടിയിട്ടൊരു പോർട്ട്ഫോളിയോ വെബ്സൈറ്റ് നമുക്ക് വേണ്ടി ഉണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രീലാൻസ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളാണെന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഈ സർവീസുകളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുക. നമ്മുടെ പോർട്ട്ഫോളിയോ വെബ്സൈറ്റിലും അത് പ്രൊമോട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ രീതിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു പ്രോജക്റ്റ് എന്നുള്ള രീതിയിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു ഓഡിയൻസിനെ പഠിക്കുക. ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം അതിനകത്തോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അങ്ങനെ ഒരു വെബ്സൈറ്റിനകത്ത് ഇതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് ഈ കാര്യങ്ങൾ പ്രാക്ടിക്കലി നമുക്ക് പിന്നെ മനസ്സിലാക്കാനും അതോടൊപ്പം തന്നെ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാനും പറ്റും.
അപ്പോൾ എല്ലാവർക്കും അറിയാം SEO പെട്ടെന്ന് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ SEO എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ആഡ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഗൂഗിളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സെർച്ച് ആഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടും. പക്ഷേ ഈ SEOയിലേക്ക് വരുന്ന സമയത്ത് ഇത് റാങ്ക് ചെയ്ത് വരാനായിട്ട് സമയമെടുക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു പേജ് ഇൻഡെക്സ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് റാങ്കിങ്ങിലേക്ക് വരുന്നത്, അതിൻ്റെ ഒരു റിസൾട്ട് എങ്ങനെയാണ് കിട്ടിത്തുടങ്ങുന്നത്, ഇതൊക്കെ അറിയാനായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ കുറേ കാലം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് പഠിക്കുന്ന സ്റ്റേജിൽ ഇങ്ങനെ ഒരുപാട് സമയം കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ലേണിങ്ങിനെ ഈ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കോമ്പറ്റീഷൻ കുറഞ്ഞ കീവേഡുകൾ എടുക്കുക, വളരെ കോമ്പറ്റീഷൻ കുറഞ്ഞ കീവേഡുകൾ എടുക്കുക. അപ്പോൾ അത് ചിലപ്പോൾ നമ്മളൊരു നല്ല ആർട്ടിക്കിൾ ഒപ്റ്റിമൈസ് ചെയ്ത് നമ്മൾ പബ്ലിഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് റാങ്ക് ചെയ്യാം. അപ്പോൾ അതുവഴി ചിലപ്പോൾ ലീഡ്സ് വരുന്നതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻക്വയറീസോ അല്ലെങ്കിൽ എന്താ പറയുക അതൊരു ബിസിനസ്സായിട്ട് മാറുന്നതോ കുറവായിരിക്കും അവർ. പക്ഷേ എങ്ങനെയാണ് ഈ സെർച്ച് എഞ്ചിൻ ഒരു കണ്ടന്റിനെ ട്രീറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് ഇൻഡെക്സ് ചെയ്യപ്പെടുന്നത്, അതെങ്ങനെയാണ് റാങ്കിങ്ങിലേക്ക് വരുന്നത്, അഥവാ റാങ്കിങ്ങിൽ ഡ്രോപ്പ് വരുന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ ലോ കോമ്പറ്റീഷൻ കീവേഡ്സ് ചിലതൊക്കെ ലോ വോളിയം ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത്തരം കീവേഡ്സ് എടുക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ഇങ്ങനെ റിയലിസ്റ്റിക് ആയിട്ട് ഫാസ്റ്റായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. പിന്നെ നമ്മൾ ഈ കാര്യങ്ങൾ റോഡ് മാപ്പ് കൃത്യമായിട്ട് പഠിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് SEO വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്വന്തമായിട്ട് നമുക്ക് പഠിക്കാൻ കിട്ടും. ഒരു പരിധി വരെ ഞാൻ ഇത് സ്വന്തമായിട്ട് പഠിച്ച ഒരാളാണ്, ഒരു പരിധി വരെ. പക്ഷെ ചില സ്റ്റേജിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. കാരണം പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഏജൻസിയിലോ കമ്പനിയിലോ ഒക്കെ ജോലി ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് ചിലപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു മെൻറ്ററുടെയൊക്കെ ഹെൽപ്പ് വേണ്ടി വരും.